കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി മോദിയെ ഫോണിൽ വിളിച്ചു. ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി മനു അഖില ചേരുന്നു. മനു, കാനഡയുമായുള്ള നയതന്ത്ര പ്രശ്നങ്ങളെ തുടർന്ന് G7 ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു വാർത്ത. ഇപ്പോൾ തീരുമാനം പുനഃപരിശോധിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ലക്ഷ്മി പത്മ, കാനഡയിൽ ഈ മാസം നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ലെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അംഗരാജ്യമല്ലെങ്കിലും ഈ G7 അംഗരാജ്യമല്ലെങ്കിലും കഴിഞ്ഞ 6 വർഷമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉച്ചകോടിക്ക് പ്രത്യേകം ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇത്തവണ പ്രധാനമന്ത്രി നേരത്തെ ക്ഷണിച്ചിരുന്നില്ല. ഒടുവിൽ ഇന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണം ലഭിച്ചതായി ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അറിയിച്ചിരിക്കുകയാണ്. കനഡിയൻ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിട്ടുണ്ട്. കാനഡ ആതിഥേയം വഹിക്കുന്ന ഉച്ചകോടിയിൽ മാർക്ക് കാർണി തന്നെ ക്ഷണിച്ചതായി മോദി എക്സിൽ ഇപ്പോൾ കുറച്ചു നേരം മുമ്പാണ് പങ്കുവച്ചിട്ടുള്ളത്. കാർണിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണെന്നും മോദി എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഈ ഖാലിസ്ഥാൻ വിഷയത്തിനും ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിനും ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലൊരു ഭിന്നത ഉടലെടുത്തത്. ഇതിനുശേഷം ആദ്യമായാണ് മോദി കാനഡയിലേക്ക് എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിൽ ബന്ധത്തിൽ ഏറെ ഒലിച്ചിലുകളുള്ള സാഹചര്യം കൂടിയാണ്. അതിനാൽ തന്നെ കൂടുതൽ ഉഭയകക്ഷി ചർച്ചകൾ നടന്നേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാനഡയിലെ ആൽബർട്ടയിൽ 15 മുതൽ 17 വരെയാണ് ഈ വർഷത്തെ G7 ഉച്ചകോടി നടക്കുന്നത്. എന്തായാലും മോദി പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി മോദിയെ ഫോണിൽ നേരിട്ട് വിളിച്ചു. ഉച്ചകോടിയിൽ നേരത്തെ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. പക്ഷേ ഇന്ത്യ തീരുമാനം പുനഃപരിശോധിക്കുകയാണ്. തീർച്ചയായും ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിലെ പ്രശ്നങ്ങൾ ഒത്തുതീരുമോ? പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആ ഒരു കാര്യത്തിലാണ്. മനു അഖിലയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.